നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ ഇനി മുതൽ മൈ പോലീസ് സ്റ്റേഷനായി അറിയപ്പെടും. സൗഹൃദപരവും സുതാര്യവുമായ പൊതുജന കേന്ദ്രമാക്കി പോലീസ് സ്റ്റേഷനെ മാറ്റുന്നതാണ് മൈ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ പോലീസുകാരെ ജനകീയ പോലീസുകാരാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല. പൊതുവിപണിയിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന സമീപനം അനുവദിക്കില്ലെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി. മികച്ച ഇടപെടൽ നടത്തി വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് സാധാരണക്കാർക്കായി സപ്ലൈകോ മുഖേന സർക്കാർ ഉറപ്പാക്കുന്നതെന്നും മന്ത്രി. സപ്ലൈകോ ഓണം ജില്ലാ ഫെയറിന് പാലക്കാട്ട് തുടക്കം. മലമ്പുഴ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജ് നിരന്തരം നിയമലംഘനം നടത്തുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എം. സുലൈമാൻ. ശാസ്ത്രീയമായി പ്രവർത്തിക്കാത്ത ഇമേജിനെതിരെ അന്വേഷണവും നടപടിയും വേണമെന്നും 1500 ടണ്ണോളം മാലിന്യം അലസമായിട്ടിരിക്കുകയാണെന്നും ആരോപണം. ലക്ഷക്കണക്കിന് പേർ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്ന മലമ്പുഴ ഡാമിനെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇമേജിന്റെ പ്രവർത്തനമെന്നും എം. സുലൈമാൻ. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വതന്ത്ര സമര ചരിത്രത്തോടുള്ള അവഹേളനമാണെന്ന് ബി.ജെ.പി. പാലക്കാട് ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീകുമാരൻ മാസ്റ്റർ. ദേശീയത എന്താണെന്നോ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യം എന്താണെന്നോ അറിയാത്ത ഭരണകൂടമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശ്രീകുമാരൻ മാസ്റ്റർ. ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കാനുള്ള ഓരോ വിഘടനവാദികളെയും നാം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ്. മണ്ണൂരിലും കുളപ്പുള്ളിയിലും ഹർഘർ തിരംഗ റാലി. സ്ത്രീ സുരക്ഷാ പദ്ധതി ഇല്ലാതാക്കിയ UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കുളപ്പുള്ളിയിൽ. ഓപ്പറേഷൻ തൂഫാൻ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 13 കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശികളായ 2 യുവാക്കൾ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. കഞ്ചാവ് എത്തിച്ചത് ഒഡീഷയിൽ നിന്ന്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ വ്യാജ സ്വർണം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയതിനു ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ കോങ്ങാട് പോലീസ് പിടികൂടി. കനത്ത മഴയെ തുടർന്ന് മുള്ളൂർക്കര ആറ്റൂർ അസുരൻകുണ്ട് ഡാം തുറന്നു. ഡാമിന്റെ സംഭരണശേഷി 11 മീറ്റർ ആണെങ്കിലും 8.79 മീറ്റർ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഡാം തുറന്നത്. സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ ഇനി മുതൽ മൈ പോലീസ് സ്റ്റേഷനായി അറിയപ്പെടും. സൗഹൃദപരവും സുതാര്യവുമായ പൊതുജന കേന്ദ്രമാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുന്നതാണ് മൈ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ പോലീസുകാരെ ജനകീയ പോലീസുകാരാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ ഇനി മുതൽ മൈ പോലീസ് സ്റ്റേഷനുകളായി അറിയപ്പെടും. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച മുതൽക്കാണ് മൈ പോലീസ് സ്റ്റേഷനുകളായി മാറിയത്. ഇതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനുകളിൽ ഓൺലൈൻ മീറ്റിംഗും നടന്നിരുന്നു. രാവിലെ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്തെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചിരുന്നു. സൗഹൃദപരവും സുതാര്യവുമായ പൊതുസേവന കേന്ദ്രമാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുന്ന രീതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. പദ്ധതി വരുന്നതോടെ വലിയ മാറ്റം ഉണ്ടാകുമെന്നും കേരളത്തിലെ പോലീസുകാരെ ജനകീയ പോലീസുകളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുവിപണിയിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന സമീപനം അനുവദിക്കില്ലെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി. മികച്ച ഇടപെടൽ നടത്തി വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് സാധാരണക്കാർക്കായി സപ്ലൈകോ മുഖേന സർക്കാർ ഉറപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോ ഓണം ജില്ലാ ഫെയർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.എ. തുളസി. സപ്ലൈകോയുടെ പാലക്കാട് ജില്ലാതല ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ചിറ്റൂർ MLA പ്രിയപ്പെട്ട സുമേഷ് അച്യുതൻ, വേദിയിലിരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള ജില്ലാ സപ്ലൈ ഓഫീസർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ S.B. രാജു ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. കൊണ്ട് ക്യാബിനറ്റ് മീറ്റിംഗ് ഇന്നത്തേക്ക് മാറ്റിയതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത്. സപ്ലൈ ഓഫീസർ ഓൺലൈനായിട്ടും പങ്കെടുക്കാം എന്നറിയിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ ജില്ലയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ആ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധി എന്നുള്ള
ഒരു വീട്ടിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ മറ്റും സബ്സിഡി വിലയ്ക്ക് നൽകുന്നതിന് പുറമെ മിതമായ നിരക്കിൽ വിവിധ ഓണക്കിറ്റുകളും മേളയിൽ ലഭ്യമാക്കുന്നുണ്ട്. സപ്ലൈകോ ഓണം ജില്ലാ ഫെയർ ഉദ്ഘാടനം കോട്ടമൈതാനത്ത് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ ഫെയർ ഓഗസ്റ്റ് 25 വരെ പ്രവർത്തിക്കും. ഇതിനു പുറമെ ഓഗസ്റ്റ് 20 മുതൽ ഉത്രാടം വരെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും മണ്ഡല തലങ്ങളിലും ഫെയറുകളും ഉണ്ടാകും. പരിപാടിയിൽ കെ സുരേഷ് അച്യുതൻ MLA അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു നിർവഹിച്ചു. രമേശ് പിഷാരടി MLA, ജില്ലാ കളക്ടർ K സുധീർ, നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, വാർഡ് കൌൺസിലർ പ്രദീപ, സപ്ലൈകോ റീജിയണൽ മാനേജർ G സുമ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണമേളയിൽ പൊതുജനങ്ങൾക്ക് 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കാർഡിലൂടെ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കും. സപ്ലൈകോ റേഷൻ കട വഴി AAY കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം അവശ്യ സാധനങ്ങൾ അടങ്ങുന്ന സൗജന്യ ഓണക്കിറ്റുകളും വിതരണം ചെയ്യും. ലാഭകരമായ വിലയിൽ 4 തരം കിറ്റുകളും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഓണം ഗിഫ്റ്റ് കാർഡുകൾ സമ്മാനിക്കുന്നൊപ്പം ഗിഫ്റ്റ് കാർഡ് റെഡീം ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു ഗിഫ്റ്റ് കൂപ്പണും നറുക്കെടുപ്പിലൂടെ ആകർഷമായ സമ്മാനങ്ങൾ ലഭിക്കും. 1500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ 100 രൂപയുടെ ബോണസ് കൂപ്പൺ, ശബരി മറ്റ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫറുകളും വൻ വിലക്കുറവും ഉപഭോക്താക്കൾക്കായി സപ്ലൈകോ ലഭ്യമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഡാം ഏരിയയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജ് നിരന്തരം നിയമലംഘനം നടത്തുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് M സുലൈമാൻ പറഞ്ഞു. ശാസ്ത്രീയമായി പ്രവർത്തിക്കാത്ത ഇമേജിനെതിരെ അന്വേഷണവും നടപടിയും വേണമെന്നും 1500 ടൺ മാലിന്യം അലസമായി കൂട്ടിയിട്ടിരിക്കുകയാണെന്നും സുലൈമാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് പേർ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്ന മലമ്പുഴ ഡാമിനെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇമേജിന്റെ പ്രവർത്തനമെന്നും വാർത്താസമ്മേളനത്തിൽ സുലൈമാൻ പറഞ്ഞു. ശാസ്ത്രീയമായി പ്രവർത്തിക്കാത്ത ഇമേജിനെതിരെ അന്വേഷണ നടപടിയും വേണമെന്നും സുലൈമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിദിനം 55.8 ടൺ മാലിന്യം സംസ്കരണ ശേഷി മാത്രമാണ് ഇമേജിനുള്ളത്. എന്നാൽ ഇവിടെ 75 ടണ്ണിലധികം മാലിന്യമാണ് എത്തുന്നത്. ഇമേജിലെത്തുന്ന ശരീരാവശിഷ്ടങ്ങളും ആശുപത്രി മാലിന്യങ്ങളും 48 മണിക്കൂറിനകം സംസ്കരിക്കണമെന്നാണ് നിയമമെങ്കിലും 1500 ടൺ മാലിന്യം അലസ്യമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. കേരളത്തിലെ 90% ആശുപത്രി മാലിന്യവും എത്തുന്ന ഇമേജ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ലക്ഷക്കണക്കിന് പേർ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്ന മലമ്പുഴ ഡാമിനെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇമേജ് പ്രവർത്തിക്കുന്നത്. IMA നേതൃത്വം നൽകുന്ന ഇമേജിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിലും നടപടിയെടുക്കുന്നതിലും കേരളത്തിലെ ആരോഗ്യവകുപ്പിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. ഇമേജിലെത്തുന്ന മാലിന്യങ്ങൾ അതിവേഗം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സുലൈമാൻ പറഞ്ഞു. വേസ്റ്റ് ഇടുന്ന ഒരു ജില്ലയായി, വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു ജില്ലയായി മാറി. പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഇതുപോലുള്ള ധാരാളം പ്രദേശങ്ങൾ ജലാശയങ്ങളുടെ അടുത്താണ് പലതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആലോചിച്ച് കിഴക്കൻ മേഖലയിൽ ധാരാളം ഡാമുകൾ പരിസരങ്ങളിൽ, മീങ്കര ഡാമും ചുള്ളിയാർ ഡാമും, അതിൻ്റെ പരിസരങ്ങളിൽ ധാരാളം കമ്പനികൾ, പരിസ്ഥിതിക്കും ഒക്കെ ആഘാതം ഏൽപ്പിക്കുന്ന ധാരാളം കമ്പനികൾ പ്രവർത്തിക്കുന്നു. അനധികൃതമായ ധാരാളം കോറികൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം പുറമെയാണ് ഏറ്റവും അപകടകരമായ രീതിയിൽ ലക്ഷക്കണക്കിന് വരുന്ന പാലക്കാട്ടെ ജനങ്ങൾ കുടിവെള്ളത്തിനു വേണ്ടി ആശ്രയിക്കുന്ന മലമ്പുഴ ഡാമിനോട് ചേർത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി കുറച്ചു കാലമായി, വർഷങ്ങളായി പ്രവർത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ജനപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി എന്ന അർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി നേതൃത്വം ഇമേജ് നേരിട്ട് സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ജില്ലാ കളക്ടറുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഈ പ്രശ്നങ്ങൾ, നിങ്ങൾക്കുണ്ടായ ആശങ്ക കലക്ടറുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം, ഇതെങ്ങനെ, ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? ഒരിക്കലും ഡാമിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കാൻ അനുമതി പാടില്ലായിരുന്നു. ഇനിയിപ്പോ അവിടെ ആ അനുമതി നിഷേധിച്ചു കഴിഞ്ഞാൽ കൂട്ടിയിട്ടിരിക്കുന്ന 1500 ടൺ വരുന്ന ഹോസ്പിറ്റൽ മാലിന്യം, ശരീരാവശിഷ്ടങ്ങൾ, സിറിഞ്ചുകൾ, മുറിച്ചു മാറ്റപ്പെട്ട അവയവങ്ങൾ തുടങ്ങി ഒട്ടനവധി കേരളത്തിലെ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി, M ദിൽഷാദ് അലി, സെക്രട്ടറി സാക്കിർ പുലാപ്പറ്റ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാതന്ത്ര്യ സമര ചരിത്രത്തോടുള്ള അവഹേളനമാണെന്ന് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീകുമാരൻ മാസ്റ്റർ. ദേശീയത എന്താണെന്നോ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യം എന്താണോ എന്ന് അറിയാത്ത ഭരണകൂടമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശ്രീകുമാരൻ മാസ്റ്റർ പറഞ്ഞു. ബിജെപി മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും മങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തിരംഗയാത്രയുടെ ഫ്ളാഗ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തിയുടെ പേര് ചോദിച്ചതിന്റെ പേരിൽ അധ്യാപകനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്വാതന്ത്ര്യ സമരത്തെ ചരിത്രത്തോടുള്ള അവഹേളനമാണെന്ന് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീകുമാരൻ മാസ്റ്റർ പറഞ്ഞു. ദേശീയത എന്താണെന്നോ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം എന്താണെന്നോ അറിയാത്ത ഭരണകൂടമാണ് നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബിജെപി മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയും മങ്കര പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച തിരംഗ് യാത്രയുടെ ഫ്ളാഗ് കൈമാറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച ആൾ ആരാണ് എന്നൊരു ചോദ്യം സ്വാതന്ത്ര്യ സമര ക്വിസിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. കേരളത്തിൽ രാജ്യസ്നേഹം അല്ലെങ്കിൽ ദേശീയത എന്നാൽ എന്താണ് എന്നറിയാത്ത ഒരു വിഭാഗമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യസ്നേഹം, നമ്മുടെ രാജ്യത്തിനോടുള്ള കൂറ് നിലനിർത്താനും ഭാവി തലമുറയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഐതിഹാസികമായ സമരങ്ങളിൽ തീജ്വാല പോലെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പൂർവികന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർമ്മിക്കുന്നതോടൊപ്പം തന്നെ ആ അനുഭവങ്ങളും ആ സമരങ്ങളും ഭാവി തലമുറയ്ക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ച് ദേശീയതയും ദേശീയ ഐക്യവും ഊട്ടിയുറപ്പിക്കുവാനും ഇത്തരം പരിപാടികൾ കൊണ്ട് പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 4-5 വർഷമായി ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷമായി നമ്മുടെ രാജ്യം ഐതിഹാസികമായ നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശ്രേഷ്ഠ ഭാരതം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി സമാനതകളില്ലാതെ ത്യാഗങ്ങൾ സഹിച്ച മഹത് വ്യക്തികളെ അനുസ്മരിക്കുന്നതിനും ആദരിക്കുന്നതിനുമായാണ് 5 വർഷങ്ങൾ മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹർ ഘർ തിരംഗ എന്ന ആശയം വിഭാവനം ചെയ്തത്. എന്നാൽ ചരിത്രത്തെയും പോരാളികളെയും നിഷേധിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും ശ്രീകുമാരൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. ചടങ്ങിൽ ബിജെപി മണ്ണൂർ പഞ്ചായത്ത് അധ്യക്ഷൻ രാജേഷ് പുതിയത്ത് അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് മണ്ഡലം അധ്യക്ഷ ഗംഗാ ഭഗത്, മങ്കര പഞ്ചായത്ത് മെമ്പർ സുനീഷ് ഭരതക്കാട്, ബിജെപി കോങ്ങാട് ഉപാധ്യക്ഷൻ ദിവൈ കേരളശ്ശേരി, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുഭാഷ് വി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദേശീയ പതാകകൾ എന്നിയുള്ള തിരംഗ റാലിയിൽ 32ഓളം ബൈക്കുകൾ അണിനിരന്നു. മണ്ണൂർ മങ്കര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കാനുള്ള ഓരോ വിഘടനവാദികളെയും നാം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് പറഞ്ഞു. കുളപ്പുള്ളിയിൽ നടത്തിയ ബിജെപി പാലക്കാട് വെസ്റ്റ് തിരംഗ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വൈകിട്ട് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് നഗറിൽ നിന്നും ആരംഭിച്ച തിരംഗ റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ബിജെപി പാലക്കാട് വെസ്റ്റ് കുളപ്പുള്ളിയിൽ തിരംഗ റാലി സംഘടിപ്പിച്ചത്. പാലക്കാട് റോഡിൽ സമാപിച്ച തിരംഗ റാലിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നിർവഹിച്ചു. ആ അഖണ്ഡത എങ്ങനെ നിലനിർത്തണം എന്നുള്ളതിന്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് തിരംഗയാത്രകൾ നാടൊട്ടുക്കും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതം എന്ന് പറയുന്ന അഖണ്ഡമായ ഒരു ശക്തി, ആ ശക്തി ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അസ്വസ്ഥത പുലർന്നുകൊണ്ട് മറ്റനേകം പേരുകൾ ഇതിനെ തകർക്കുവാനുള്ള നിഗൂഢ ലക്ഷ്യവുമായിട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും 79 വർഷം പിന്നിടുന്ന ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം തിരംഗയാത്രകൾ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും ആവശ്യമായി വന്നിരിക്കുകയാണ്.
അഹിംസയുടെ പാത പിന്തുടർന്ന് മാത്രം കൊണ്ടല്ല നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നമുക്കറിയാം. അവിടെ വിപ്ലവകാരികളായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് ശ്രീ വീര സവർക്കർ. വി ഡി സവർക്കർ എന്നുള്ളത് എങ്ങനെയാണ് വീരസവർണം വരുന്നത് എന്നുള്ള കാര്യവും നമുക്ക് ബോധ്യമുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. EP നന്ദകുമാർ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ജയൻ മാസ്റ്റർ, KM ഹരിദാസ്, സിനി മനോജ്, മംഗലം ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. സ്ത്രീ സുരക്ഷാ പദ്ധതി ഇല്ലാതാക്കിയ UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പരിപാടി, പൊതുയോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. UDF സർക്കാർ ഓരോ പദ്ധതികളും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സ്ത്രീ സുരക്ഷാ പദ്ധതി ഇല്ലാതാക്കിയ UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അസോസിയേഷൻ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുളപ്പുള്ളി ടൗണിൽ പ്രകടനവും പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ ഓരോ പദ്ധതികളായി അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്ന എല്ലാ കാലത്തും ഓരോ ഗവൺമെന്റുകളുടെ കാര്യം നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ദൂരക്കാഴ്ചയോടുകൂടിയുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പിലായിട്ടുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ ഓരോ ഗവൺമെന്റിന്റെ കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം, അതിന് മുൻഗണന കൊടുക്കുക. യോഗത്തിൽ അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് സെക്രട്ടറി CK സൗമ്യ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല, അസോസിയേഷൻ കുളപ്പുള്ളി വില്ലേജ് സെക്രട്ടറി ഉഷാബായ്, P ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് മുള്ളൂർക്കര ആറ്റൂർ അസുരംകുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ സംഭരണശേഷി 11 മീറ്റർ ആണെങ്കിലും 8.79 മീറ്റർ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 13 കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശികളായ 2 യുവാക്കൾ റെയിൽവേ പോലീസിന്റെ പിടിയിലായി. കഞ്ചാവ് കൊണ്ടുവന്നത് ഒഡീഷയിൽ നിന്നാണെന്നാണ് യുവാക്കൾ പോലീസിനോട് പറഞ്ഞത്. വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ്. ഒളിവിലായിരുന്ന പ്രതി കോങ്ങാട് പോലീസിന്റെ പിടിയിലായി. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ വ്യാജ സ്വർണം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി ഫഹദിനെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC പ്രിയദർശിനി ബസിന്റെ ചക്രം ഊരിത്തെറിച്ചു. നിറയെ യാത്രക്കാരുമായി ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയായിരുന്ന ബസിന്റെ മുൻചക്രമാണ് ഊരിത്തെറിച്ചത്. ബസിന്റെ ഫ്രണ്ട് സബ് ആക്സിൽ തകരാറായതാണ് കാരണമെന്ന് ഡ്രൈവർ പ്രതികരിച്ചു. സ്റ്റാൻഡിലേക്ക് തിരിയണോടുകൂടിയിട്ട് പെട്ടെന്ന് ചക്രം ഊരി വീണു. ഒരു 60ഓളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസിന്റെ ഇൻഷുറൻസും ഫിറ്റ്നസും മുടങ്ങിക്കിടക്കുകയാണെന്ന് ആരോപിച്ച് യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. നിശ്ചിത കിലോമീറ്റർ വെച്ചിട്ട് ഈ വണ്ടികളുടെ ഗ്രീസ് മാറൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ടയർ എൻഡിന്ന് ഊരിപ്പോലും കാര്യങ്ങളൊക്കെ അത് ഗ്രീസ് മാറായിട്ട് അത് നോക്കായിട്ടും പറ്റുന്ന സംഭവങ്ങളാണ്. അതേപോലെ ഇതിന്റെ ലൈനറൊക്കെ നിങ്ങൾ നോക്കി നോക്ക്, ലൈനറൊക്കെ പറ്റ മോശം ലൈനറാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇട്ടിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. ഇത് ഇതിന്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം, അതൊന്നും നമ്മൾ നോക്കണ്ട. ഇങ്ങനത്തെ കണ്ടീഷനിൽ ഈ വണ്ടികൾ പുറത്തേക്ക് ഇറക്കാതിരിക്കുക. നല്ലപോലെ സർവീസ് നടത്താൻ പറ്റുന്ന വണ്ടികളാണെങ്കിൽ മാത്രം ഇറക്കുക. ഒന്നില്ലെങ്കിൽ എത്ര ജനങ്ങൾ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര ലേഡീസ് ഫ്രീ ആയി കയറി വരുന്ന വണ്ടിയാണ്, അതൊക്കെ ഒന്ന് അവർ മനസ്സിലാക്കണ്ടേ. കാരണം ഇതിന്റെ നമ്മളിപ്പോൾ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊക്കെ ഉള്ള പരിവാഹന ആപ്പാണ്. ഈ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ RC ക്യാൻസലാണ്, ഇൻഷുറൻസ് 2020 കഴിഞ്ഞാണ്. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളിത് പ്രതികരിക്കാൻ നിൽക്കും. അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട. ഇത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ വെക്കുക. ഒന്നില്ലെങ്കിൽ ഇത് കോർപ്പറേഷൻ കാശ് വാങ്ങിയിട്ട് യാത്രക്കാരെ കൊണ്ടുപോയിട്ട് നല്ലപോലെ വണ്ടികൾ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുക. ഇതിപ്പോൾ നമ്മളൊക്കെ എത്ര ആൾക്കാരുടെ ജീവൻ പോവും. ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഈ വണ്ടി അവിടുന്ന് വരുന്ന വഴിക്ക് ഇതിപ്പോൾ ഈ തിരിഞ്ഞു വരുന്ന സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞു വരുന്ന ഭാഗമായതുകൊണ്ട് ഇവർ സ്ലോ ചെയ്തിട്ടാണ് തിരിഞ്ഞു വരുള്ളൂ. 5 കിലോമീറ്റർ സ്പീഡിലാണ് ബസ് സ്റ്റാൻഡിൽ ഒരു വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തിരിഞ്ഞു വരിക എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ മുമ്പിൽ വണ്ടി ഉള്ളതുകൊണ്ട് അത്രയും മെല്ലെ വന്നുകൊണ്ടാണ് ഇത് ഇത്ര ഒരു അപകടം ഒരാൾക്കൊന്നും പറ്റാതിരുന്നത്. ഈ സാധനം മെയിൻ റോഡിൽ ഇവർ മറ്റു വണ്ടികളായിട്ട് കോമ്പറ്റീഷൻ ചെയ്ത് വരുന്ന സമയത്തോ
അല്ലെങ്കിൽ റോഡിൽ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ വരുന്നിച്ചുണ്ടല്ലോ, ആ ഫ്രണ്ടിലിരിക്കുന്ന മിക്ക യാത്രക്കാരും അത്രയും വലിയ അപകടം സംഭവിക്കാതെ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊരുങ്ങി രാജ്യം. 2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ച 80ാം സ്വാതന്ത്ര്യദിനമാണ് രാജ്യമെങ്ങും ആഘോഷിക്കുക. ഇതിന്റെ ഭാഗമായി രാവിലെ പതാക ഉയർത്തൽ നടക്കും. പാലക്കാട് കോട്ട മൈതാനത്ത് രാവിലെ 9 ദേശീയ പതാക ഉയർത്തും. മറ്റ് താലൂക്ക് കേന്ദ്രങ്ങളിലും ത്രിതല പഞ്ചായത്തുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ ഓഫീസുകളിലും സാംസ്കാരിക നിലയങ്ങളിലും പതാക ഉയർത്തൽ നടക്കും. ഷൊർണൂർ നഗരസഭാ ഓഫീസിൽ രാവിലെ 8:30 ചെയർപേഴ്സൺ ടി നിർമ്മല ദേശീയ പതാക ഉയർത്തും. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ തകർന്നടിഞ്ഞ മുഴുവൻ ഗ്രാമീണ റോഡുകളും നന്നാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും ജൽജീവൻ പൈപ്പിടൽ മൂലം തകർന്ന തരിപ്പണമായി വർഷങ്ങളായി കിടക്കുകയാണെന്നും ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡുകളിൽ നിന്നപ്പോഴും ജനങ്ങൾ യാതൊരു മടിയുമില്ലാതെ നിങ്ങളുടെ കോട്ടയാണ്, നിങ്ങളുടെ കൊത്തളങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും അവർ ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചത് ഇവിടെ കിടക്കുന്ന തകർന്ന റോഡുകൾ നന്നാവുമെന്ന് അവർക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയാണ്. ജനങ്ങളുടെ ക്ഷേമകര പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇടപെടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ തീർക്കുമെന്നുള്ള ആ ഉറപ്പുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അതുപോലെ ഞങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ പറഞ്ഞത് ഓരോന്നായി കൊണ്ടുവരുന്നത്. ഞങ്ങൾ പാർക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ജിംനേഷ്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഞങ്ങൾ ബൈപ്പാസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളത് ഇനിയും കൊണ്ടുവരും. PM സാദിഖ് അലി അധ്യക്ഷത വഹിച്ചു. KP മുനീർ, PS സുലൈമാൻ, PU ഹക്കീം, CH ജബ്ബാർ, ഷഫീർ, മുസദിഖ്, CH അസീന, റുബീന, അൻവർ സാദിഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷബിത മുനീർ, ധന്യ കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്തിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യവും ഉയർത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. UDF സർക്കാർ മനുഷ്യത്വരഹിതമായാണ് ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതെന്ന് CPM നേതാവ് AK ബാലൻ പറഞ്ഞു. സ്ഥലം മാറ്റം റദ്ദാക്കാൻ ഭീഷണിപ്പെടുത്തലും കൈക്കൂലി വാങ്ങലും നടക്കുകയാണെന്നും AK ബാലൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. KSFയിലെ സ്ഥലം മാറ്റത്തിന് പിന്നിൽ ബാഹ്യശക്തികളാണെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. UDF സർക്കാർ അധികാരത്തിൽ വന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ KSFയിൽ 420 മാനേജർമാരെയാണ് സ്ഥലം മാറ്റിയത്. 200 പേരെ സിംഗിൾ ട്രാൻസ്ഫറാണ് ചെയ്തത്. SC/ST വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട പ്രത്യേക പരിഗണന പോലും നൽകുന്നില്ല. ഗുരുതര രോഗം ബാധിച്ചവർക്ക് മാനുഷിക പരിഗണന പോലും നൽകുന്നില്ല. കുട്ടി മരണപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥയെ പോലും സ്ഥലം മാറ്റി. LDF സർക്കാർ നിയമിച്ച MD ഓന്തിനെ പോലെ നിറം മാറി. MDയുടെ ജോലി ഭരണകക്ഷി യൂണിയന്റെ നിർദ്ദേശം നടപ്പിലാക്കുക എന്നതായി. യൂണിയൻ മാറാത്തവരെ തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റുകയാണ്. KSFE ശക്തിപ്പെട്ടത് ജീവനക്കാരുടെ ശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലം കൂടിയാണ്. എന്നാൽ KSFEയെ പ്രതിസന്ധിയിലാക്കി തകർക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും AK ബാലൻ കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലും പ്രതികാരത്തോടു കൂടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ 420 മാനേജർമാരെ ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ 70% വനിതകളാണ്. ആ വനിതകളായിട്ടുള്ള ആൾക്കാരെ അടക്കം നിർദാക്ഷിണ്യം സ്ഥലം മാറ്റുകയാണ്. കണ്ണൂരിലെ കാസർഗോഡ്, കൊല്ലത്തിലെ എറണാകുളത്ത്. തത്വദീക്ഷിത എന്ന് പറയുന്നത്, മര്യാദ എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രൂപത്തിൽ ട്രാൻസ്ഫറാണ്. എന്നിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതോ പൊള്ളച്ചിട്ടിക്ക് നേതൃത്വം കൊടുത്ത റവന്യൂ റിക്കവറി അസാധ്യമാക്കിയ, റവന്യൂ റിക്കവറിയുടെ ഭാഗമായിട്ടുള്ള പ്രോപ്പർട്ടി അസസ്മെന്റ് അക്സോർബിറ്റൻ്റായി SS ചെയ്ത. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ അബ്ദുൾ മജീദിനെ ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റ് ആദരിച്ചു. പരിസ്ഥിതി പ്രവർത്തക ലീല ബാലകൃഷ്ണൻ വൃക്ഷത്തൈ സമ്മാനിച്ചാണ് ഡെപ്യൂട്ടി കളക്ടറെ ആദരിച്ചത്. പെരിന്തൽമണ്ണയിൽ തഹസിൽദാറായി ജോലിയിലിരിക്കെയാണ് പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറായി പ്രൊമോഷനിലൂടെ നിയമനം ലഭിച്ചത്. പത്തിരിപ്പാല ചന്തയ്ക്ക് സമീപം ചെറിയമ്പുറത്ത് വീട്ടിലാണ് കുടുംബസമേതം താമസം. ഇറാം വെൽഫെയർ ട്രസ്റ്റ് നൽകിയ ആദരവിന് ഡെപ്യൂട്ടി കളക്ടർ നന്ദി പറഞ്ഞു. വളരെ ശ്ലാഘനീയമാണ്. നാടിന്റെ ഈ ആഗോളതാപനം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്.
ഈ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഈ ട്രസ്റ്റിനും അതിലെ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കും. റിട്ടയർഡ് SI MK സുരേഷ്, ഷംസുദ്ദീൻ മാങ്കുരിശി, വിജയൻ കല്ലൂർ, ലീല ബാലകൃഷ്ണൻ, അപ്പുകുട്ടൻ കല്ലൂർ, മുസ്തഫ പടിഞ്ഞാക്കര, KK റഹിമാൻ, AM അബ്ദുൾ റസാഖ്, M ഹരീന്ദ്രൻ മണ്ണൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകൾ സമാപിച്ചു. ഓഗസ്റ്റ് 11 തുടങ്ങിയ ചടങ്ങുകൾ 14 വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി സമാപിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 11 തുടങ്ങിവെച്ച അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകൾക്കാണ് സമാപനമായത്. 14 വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സമാപനം. രാവിലെ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, ഉഷപൂജ, ബിംബശുദ്ധി കലശ പൂജ, ധാര പഞ്ചഗവ്യം, പഞ്ചകം, ബിംബശുദ്ധി കലശാഭിഷേക പൂജ, പഞ്ചവിംശതി കലശം പൂജ, ഉച്ചപൂജ തുടങ്ങിയവയ്ക്ക് ശേഷം പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. കല്ലൂർ ദേവദാസ് നമ്പൂതിരി, കാരക്കാട് തീയന്നൂർമന ശങ്കരൻ നാരായൺ നമ്പൂതിരിപ്പാട്, കൃഷ്ണജിത്ത് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്രത്തിൽ ക്രിയാചടങ്ങുകൾ നടത്തി വന്നിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരുത്തിപ്രൈ രാമപദം എന്ന പേരിൽ സംഘടിപ്പിച്ച നങ്ങ്യാർകൂത്ത് പരമ്പര തുടരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് അഗ്നിപ്രവേശം എന്ന കഥയിൽ കലാമണ്ഡലം സജിത നങ്ങ്യാർകൂത്തുമായി അരങ്ങിലെത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് പരുത്തിപ്പറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രം ഊട്ടുപുര ഓഡിറ്റോറിയത്തിൽ രാമപദം എന്ന പേരിൽ നങ്ങ്യാർകൂത്ത് പരമ്പര തുടർന്നു വരുന്നത്. അഗ്നിപ്രവേശം എന്ന കഥയിൽ കലാമണ്ഡലം സജിത അരങ്ങിലെത്തി. മിഴാവിൽ കലാമണ്ഡലം രതീഷ് ബാസ്, കൃഷ്ണദാസ് എന്നിവരും ഇടക്കയിൽ കലാനിലയം രാജനും താളം കലാമണ്ഡലം അശ്വതിയും രംഗത്തെത്തി. നിരവധി ആസ്വാദകരും ഉണ്ടായിരുന്നു. നങ്ങ്യാർകൂത്ത് പരമ്പര വെള്ളിയാഴ്ച രാത്രിയിൽ സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ ഇനി മുതൽ മൈ പോലീസ് സ്റ്റേഷനായി അറിയപ്പെടും. സൗഹൃദപരവും സുതാര്യവുമായ പൊതുജന കേന്ദ്രമാക്കി പോലീസ് സ്റ്റേഷനെ മാറ്റുന്നതാണ് മൈ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ പോലീസുകാരെ ജനകീയ പോലീസുകാരാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല. പൊതുവിപണിയിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന സമീപനം അനുവദിക്കില്ലെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. മികച്ച ഇടപെടൽ നടത്തി വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് സാധാരണക്കാർക്കായി സപ്ലൈകോ മുഖേന സർക്കാർ ഉറപ്പാക്കുന്നതെന്നും മന്ത്രി. സപ്ലൈകോ ഓണം ജില്ലാ ഫെയറിന് പാലക്കാട്ട് തുടക്കം. മലമ്പുഴ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജ് നിരന്തരം നിയമലംഘനം നടത്തുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് M സുലൈമാൻ. ശാസ്ത്രീയമായി പ്രവർത്തിക്കാത്ത ഇമേജിനെതിരെ അന്വേഷണവും നടപടിയും വേണമെന്നും 1500 ടണ്ണോളം മാലിന്യം അലസമായിട്ടിരിക്കുകയാണെന്നും ആരോപണം. ലക്ഷക്കണക്കിന് പേർ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്ന മലമ്പുഴ ഡാമിനെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇമേജിന്റെ പ്രവർത്തനമെന്നും M സുലൈമാൻ. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വതന്ത്ര സമര ചരിത്രത്തോടുള്ള അവഹേളനമാണെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീകുമാരൻ മാസ്റ്റർ. ദേശീയത എന്താണെന്നോ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യം എന്താണെന്നോ അറിയാത്ത ഭരണകൂടമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശ്രീകുമാരൻ മാസ്റ്റർ. ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കാനുള്ള ഓരോ വിഘടനവാദികളെയും നാം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ്. മണ്ണൂരിലും കുളപ്പുള്ളിയിലും ഹർഘർ തിരംഗ റാലി. സ്ത്രീ സുരക്ഷാ പദ്ധതി ഇല്ലാതാക്കിയ UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കുളപ്പുള്ളിയിൽ. ഓപ്പറേഷൻ തൂഫാൻ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 13 കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശികളായ 2 യുവാക്കൾ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. കഞ്ചാവ് എത്തിച്ചത് ഒഡീഷയിൽ നിന്ന്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ വ്യാജ സ്വർണം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയതിനു ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ കോങ്ങാട് പോലീസ് പിടികൂടി. കനത്ത മഴയെ തുടർന്ന് മുള്ളൂർക്കര ആറ്റൂർ അസുരൻകുണ്ട് ഡാം തുറന്നു. ഡാമിന്റെ സംഭരണശേഷി 11 മീറ്റർ ആണെങ്കിലും 8.79 മീറ്റർ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഡാം തുറന്നത്. സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.